അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിലുള്ള മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനു തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലത്തെ വീട്ടിൽ. മനുവിന്റെ മരണം മറ്റൊരു കേസിൽ ഇരയായ യുവതിയോട് മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഭീകര സംഘടനകളിലേക്ക് ഇന്റർവ്യൂ നടന്ന താജ് ഹോട്ടലിൽ റാണയെ കാണാനെത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് NIA. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിലെന്നും കണ്ടെത്തൽ. ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നീക്കം. പുനഃപരിശോധനാ ഹർജി നൽകാൻ നീക്കം തുടങ്ങി. കോടതി ഉത്തരവിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ. ഗവർണർ ബിൽ മാറ്റിവെച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടണമെന്ന് വിധിന്യായം. വഖഫ് നിയമത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിൽ വിശ്വാസമർപ്പിച്ച ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമം പര്യാപ്തമല്ല. ഈ അമെൻമെന്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. മുനമ്പം പ്രശ്നം വഷളാക്കിയത് സംസ്ഥാന സർക്കാരാണെന്ന അഭിപ്രായമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ വിശ്വസിക്കുക എന്നുള്ളത് അവർ പ്രത്യേകിച്ച്. ജബൽപൂരിലെ അക്രമത്തിൽ ക്രൈസ്തവർക്ക് ആശങ്ക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായം രാഷ്ട്രീയ നിലപാട് പറയുമെന്നും കോട്ടപ്പുറം ബിഷപ്പ് ന്യൂസ് 18നോട്. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായ ബംഗാളിൽ സമാധാന ശ്രമങ്ങൾ. മുർഷിദാബാദിൽ പട്ടാളത്തെയും കേന്ദ്ര പോലീസിനെയും വിന്യസിച്ചു. അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടത് 3 പേർ. സ്ഥിതി ഏറെക്കുറെ ശാന്തം. ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ട ലഹരി കേസിൽ പോലീസിനെ കുറ്റപ്പെടുത്തി വിചാരണ കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഗുരുതര വീഴ്ചകൾ. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും കോടതി.